നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒത്തിരി വാർത്തകൾ ചെയ്യാനുള്ള ഒരു ദിവസമാണ്. പ്രധാനമായിട്ട് ഇന്ന് പറയാനുള്ളതിൽ നമുക്ക് സമാശ്വാസകരമായ ഒരു കാര്യം, നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് മാലിന്യങ്ങളുണ്ട്. ന്യൂ മീഡിയയിൽ ഒരുപാട് മാലിന്യങ്ങളുണ്ട്, അതിൽ യൂട്യൂബിൽ ഒരുപാട് മാലിന്യം. അതായത് ഏതെങ്കിലും ഒരു വിഷയം എടുത്തിട്ട് അതിനെ വക്രീകരിച്ച് അതിനെ റീച്ച് ഉണ്ടാക്കി അതുവഴി സമ്പാദ്യം ഉണ്ടാക്കുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി മറ്റു രീതിയിൽ പൈസ ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ നടക്കുന്ന കുറേ മാലിന്യങ്ങൾ നമ്മുടെ യൂട്യൂബിലുണ്ട്. അതിലൊരു മാലിന്യമാണ് ഫിനോയിൽ രമേശൻ എന്ന് പറയുന്ന മാലിന്യം. എൻ്റെ അതേ സമുദായത്തിൽ, നായർ സമുദായത്തിൽ ജനിച്ചു എന്നാണ് അയാൾ അവകാശപ്പെടുന്നത്. എനിക്ക് അതിനെ പറ്റിയിട്ട് അറിയത്തില്ല. എന്തായാലും ഫിനോയൽ സ്വാമി ഏകദേശം ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഒരു ഡ്രസ്സ് ഇട്ട് രാവിലെ ഇറങ്ങും, ഒരു നരച്ച താടിയൊക്കെ വെച്ചിട്ട്. പണ്ട് ഇയാൾക്ക് ഫിനോയിൽ കച്ചവടമായിരുന്നു. ബാക്കി ഇയാളുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്, അതൊന്നും നമുക്കിവിടെ പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ഇദ്ദേഹം സ്വയം ചട്ടമ്പി സ്വാമികളുടെ പരമ്പരയിലുള്ള ഒരു സ്വാമിയായിട്ട് സ്വയം അങ്ങ് പ്രഖ്യാപിച്ചു. നായരാണല്ലോ, ചട്ടമ്പി സ്വാമി നായരായിട്ടാണല്ലോ ജനിച്ചത്. ഇദ്ദേഹം നായരായതുകൊണ്ട് ഞാൻ തീർത്ഥപാദറാണ്. അത് തീർത്ഥത്തിൽ പാദമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും തീർത്ഥപാദർ ആദ്യം പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തത് സുഡാപ്പികളെ പിടിച്ചു, പോപ്പുലർ ഫ്രണ്ടുകാരെ പിടിച്ചു. പോപ്പുലർ ഫ്രണ്ടുകാർ പിടിച്ചിട്ട് അവിടെ വന്നിരുന്ന് ഹിന്ദുക്കളെ ചീത്തവിളിയാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി. അത് ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് കേരളത്തിലും അല്ല, ഇന്ത്യയിലും മൊത്തത്തിലും അല്ല, ലോകത്തിൽ തന്നെ നായർ സമുദായത്തിൽ പൊതുവെ ഒരു മാന്യത കൽപ്പിക്കപ്പെടുന്ന ഒരു സമുദായമാണ്. ഞാൻ മറ്റുള്ളവർ മോശമാണെന്നോ നായർ മേളാമെന്നല്ല, പക്ഷെ അതിൻ്റെ ഒരു മിനിമം സ്റ്റാൻഡേർഡ് എങ്കിലും വെച്ചിട്ടുള്ള ചീത്ത പറയാമായിരുന്നു. അയാൾ ഉപയോഗിക്കുന്ന ഭാഷ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സെൻസർ ചെയ്യേണ്ട ഭാഷയാണ്. അതിൽ വന്നിട്ട് ക്രിസ്ത്യാനികളെ ചീത്ത വിളിക്കുക, മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ ചീത്ത വിളിക്കുക, ഇങ്ങനെയൊക്കെയായിരുന്നു ഇയാളുടെ കുറേ കാലം കൊണ്ടുള്ള പരിപാടി. അങ്ങനെ കുറെ കാക്കമാരെ പിടിച്ചിട്ട് SDP-യുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, തുളസി എന്നോ വിഷ്ണു എന്നോ പേരുള്ള ഒന്ന് രണ്ട് നാമധാരികളെ ഇവരൊക്കെ പിടിക്കും, അല്ലെങ്കിൽ വാസു എന്നായിരിക്കും പേര്. ഈ വാസുവിനെയും തുളസിയെയും ഗോപാലകൃഷ്ണനെയൊക്കെ പിടിച്ചിട്ട് ഇവരുടെ സഭയിൽ നിർത്തും. നമ്മുടെ വേറൊരു ക്രിസ്ത്യാനികൾ ചില സഭയിൽ ചില ഹിന്ദു നാമധാരികളെ പിടിച്ചിരുത്തി ചർച്ച ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ ഇവർ ഏതെങ്കിലും ഒരാളെ അങ്ങ് വാടകയ്ക്ക് എടുക്കും. അവർക്ക് ഒന്നുമില്ലെങ്കിൽ ഉപ്പുമാവും പാലും കൊടുത്തിട്ടാണ് അവരെ പിടിച്ചിട്ട്, ഈ മേനോനെയും നായരെയൊക്കെ പിടിച്ചിട്ട്, മനോജ് സി നായർ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കുറേ നായന്മാരെയൊക്കെ പിടിച്ചോണ്ട് പോകുന്നത് ഉപ്പുമാവും പാലും കൊടുത്തിട്ട്. അതെന്തോ ആയിക്കോട്ടെ, അത് അവരുടെ ആമാശയ ധർമ്മം, അതിനകത്ത് നമ്മൾ ഇടപെടുന്നില്ല. പക്ഷേ ഈ സുഡാപ്പികൾ പിടിച്ചുകൊണ്ട് പോകുന്നത് ഒന്നും രണ്ട് ഈ ഉപ്പുമാവും പാലും കൊടുത്തിട്ടൊന്നുമില്ല. അവർ പിടിച്ചുകൊണ്ട് പോകുന്നത് സുന്ദരമായി പൈസ കൊടുത്തിട്ടാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്. കാര്യം അവരുടേത് അത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ആണ് എന്ന് കാണിക്കണമെങ്കിൽ, സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് കാണിക്കണമെങ്കിൽ അതിനകത്ത് കുറേ സെക്യുലറിസം എന്ന് പറയുന്ന സാധനം വേണം. അപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, അപ്പോൾ അതിനകത്ത് അതൊരു ഇന്ത്യയുടെ സാധനമാണെന്ന് പറയുന്നതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ ഹിന്ദുക്കളും മേമ്പൊടിക്കെങ്കിലും വേണമെന്ന് അവർക്ക് വലിയ നിർബന്ധമുണ്ട്. അങ്ങനെ പോപ്പുലർ ഫ്രണ്ടുകാർ മേമ്പൊടിയായിട്ട് ഉപയോഗിച്ച ധാന്യമായിരുന്നു നമ്മുടെ ഫിനോയൽ സ്വാമി. ഫിനോയൽ സ്വാമി വന്നിരുന്ന രാവിലെ ഖുറാനിലെ 4-5 സൂറത്തുകളും ആയത്തുകളൊക്കെ പറയണ കേൾക്കുമ്പോഴത്തേക്ക് മുസ്ലിങ്ങൾക്ക് പെരുത്തിഷ്ടം. ഇവർ മനസ്സിലാക്കുന്നില്ല, ഈ ഹിന്ദു വിരുദ്ധത അല്ല സെക്യുലറിസം എന്നുള്ളത്. ഹിന്ദുക്കളെയും കൂടെ ഉൾക്കൊള്ളുന്നതാണ് സെക്യുലറിസം എന്ന് മനസ്സിലാകാത്തവരാണ് പോപ്പുലർ ഫ്രണ്ടുകാരും ഈ സുഡാപ്പികളും. എന്തായാലും ഇവരുടെ കൂടെ നടന്ന് കുറെ കാലം സൂറത്തുകളും ആയത്തുകളൊക്കെ പറഞ്ഞ് കിതാബുകളൊക്കെ പറഞ്ഞിട്ട് സ്വാമി നല്ല രീതിയിൽ സംഭാവന മേടിച്ചു. സ്ഥിരമായിട്ട് ദുബായിൽ പോകുമായിരുന്നു. ദുബായിലുള്ള സൗദിയിലൊക്കെ ചെന്നിട്ട് ഈ ഹിന്ദുക്കളെ ചീത്ത പറയുമ്പോഴത്തേക്ക് കേട്ട് ഹർഷപുളകിതരാകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അല്ല, അവരിൽ പലരും ഇന്ത്യയിലോട്ട് വരാതിരിക്കുകയാണ് കഴിഞ്ഞ 4-5 വർഷമായിട്ട്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ ദുബായിൽ ആശാന് പൈസ കൊടുത്ത പലരും ഇന്ത്യയിലോട്ട് വരാതിരിക്കുന്നതിന് കാരണം ഇവർ സ്ഥിരമായിട്ട് മാസവരി പോപ്പുലർ ഫ്രണ്ടിന് കൊടുത്തുകൊണ്ടിരുന്നവരാണ് ബാങ്ക് വഴി. ആ റെക്കോർഡുകളെല്ലാം ഇന്ത്യ ഗവൺമെന്റ് പിടിച്ചിട്ടുണ്ട്. വരുമ്പോഴത്തേക്ക് ചട്ടി ഇടാൻ വേണ്ടിയിട്ട് ചട്ടി റെഡിയാക്കി എണ്ണയും തിളപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരാരും വരത്തില്ല. ഈ വരാത്തവര് എന്ത് ചെയ്തു, സ്വാമിക്ക് കുറെ പൈസ കൊടുത്തു. സ്വാമിക്ക് തമിഴ്നാട്ടിൽ എവിടെയോ നല്ലൊരു വീടും വെച്ചു. വീട് വയ്ക്കുന്നത് വരെ സ്വാമി നല്ല ഒന്നാന്തര സുഡാപ്പി ഭക്തനായിരുന്നു. രാവിലെ 5 നേരം നിസ്കരിക്കുന്ന ഒരു ഹിന്ദു സന്യാസിയെ കണ്ടു കിട്ടാൻ, അത് പ്രത്യേകിച്ചും ഏതെങ്കിലും ഒരു സന്യാസിയല്ല, അത് ചട്ടമ്പി സ്വാമികളുടെ പരമ്പരയിലുള്ള ഒരു സ്വാമി ദിവസം 5 നേരം നിസ്കരിക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ ഞാൻ ആകെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ, ഒരു നിസ്കാര തരവ് മാത്രമേ മുഖത്ത് ഒരു കുറവുണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം അച്ചട്ടാണ്. എന്തായാലും സ്വാമിയെ അവരങ്ങ് ഇച്ഛ പിടിച്ചു, ഒരു വീടൊക്കെ വെച്ച് കൊടുത്തു. വീട് പാല് കഴിച്ചതിൻ്റെ അന്ന് തൊട്ട് കാക്കമാരെ തെറി വിളിക്കലാണ് അവൻ്റെ ജോലി. ഈ വേറൊരാളെ പറ്റി എൻ്റെ അടുത്ത് വന്നിരുന്ന് ചീത്ത പറയുന്നവൻ നാളെ എന്നെ പറ്റി വേറൊരാളടുത്ത് നിന്ന് ചീത്ത പറയുമെന്ന് നമ്മൾ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. മതവിദ്വേഷവുമായിട്ട് ഇസ്ലാമിൻ്റെ അടുത്ത് പോകുന്നവൻ ഇസ്ലാം വിദ്വേഷവുമായിട്ട് നാളെ അപ്പുറത്ത് പോകും എന്നുള്ള കാര്യത്തിനകത്ത് നമ്മൾ സംശയമൊന്നും വിചാരിക്കുന്നില്ല. ഇപ്പോൾ എന്തായാലും ഫിനായിൽ സ്വാമി അകത്താണ്. കാര്യം ഇസ്ലാമിനെ പറ്റിയിട്ട് തെറ്റിദ്ധാരണാജനകമായിട്ട് സമൂഹത്തിലെ സ്പർദ്ധ വളർത്തത്തക്ക രീതിയിൽ ഉള്ള സംസാരം അദ്ദേഹം നടത്തി എന്നുള്ള പേരിൽ ശ്രീ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന മന്ത്രിയെ അപമാനിച്ചു എന്നുള്ള പേരിലും ഫിനായിൽ സ്വാമിയെ തട്ടി അകത്താക്കിയിട്ടുണ്ട്.
ഞാൻ പറയുന്നത് ഇതൊരു വളരെ നിസ്സാരമായ കുറ്റത്തിനാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫണ്ടിങ് അന്വേഷിക്കണം, അദ്ദേഹത്തിന് ഫണ്ട് കൊടുത്ത പോപ്പുലർ ഫ്രണ്ട് എന്തിനാണ് കൊടുത്തതെന്ന് അന്വേഷിക്കണം, അയാളെ കൊണ്ട് പോപ്പുലർ ഫ്രണ്ടുകാർ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് അന്വേഷിക്കണം. ഈ സ്വാമിയെ ദയവ് ചെയ്ത്, എൻ്റെ പൊന്ന് ചെന്നിത്തല സാറേ, ഇദ്ദേഹത്തെ ദയവ് ചെയ്ത് ചുമന്ന് തിഹാർ ജയിലിലോട്ട് മാറ്റണമേ എന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. നന്ദി, നമസ്കാരം.